അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ. അന്ത്യനാളിൽ 3 കൂട്ടരുടെ നേരെ അള്ളാഹു നോക്കുകയില്ല. അൽ ആഖു ലിവാലിദൈഹി, തൻ്റെ മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ. വൽ മർഅത്തുൽ മുതറജ്ജില, ആൺവേഷം കെട്ടി ആണിനെ പോലെ നടക്കുന്ന പെണ്ണ്. വദ്ദയ്യൂസ്, മൂന്നാമനാരാണ്? ദയ്യൂസാണ്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ, സ്വന്തം കുടുംബത്തിൽ, സ്വന്തം ചെലവിന് കീഴിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുമ്പോൾ, വ്യഭിചാരവും അതിലേക്ക് നയിക്കുന്ന സൗന്ദര്യ പ്രദർശനമൊക്കെ നടക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതിരിക്കുന്നവൻ, അവനതിൽ യാതൊരു കുഴപ്പവുമില്ല. അവൻ്റെ മനസ്സിൽ നിന്ന് ധാർമ്മിക രോഷമെന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട കാര്യം അത് എടുത്തു നീക്കപ്പെട്ടിരിക്കുന്നു. ഗൈറത്ത് എന്ന് പറയുന്നത് സഹോദരങ്ങൾ, അത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് പോലും, മനുഷ്യർക്ക് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണത്. ഒരുവൻ്റെ ഫിത്രത്ത്, അവൻ്റെ ശുദ്ധ പ്രകൃതം അങ്ങേറ്റം ദുഷിച്ചു പോയാലല്ലാതെ അവൻ്റെ ധാർമ്മിക രോഷമില്ലാതായി പോവുകയില്ല. ജാഹിലിയത്തിലെ ആളുകൾക്കുണ്ടായിരുന്നത്, ജാഹിലിയത്തിലെ മുശ്രിക്കുകൾക്ക്, ബിംബങ്ങൾ ആരാധിച്ചിരുന്ന ആളുകൾക്ക്, അവർക്ക് വരെ പലപ്പോഴും ഗൈറത്തുണ്ടായിരുന്നു. എന്നാൽ പുരുഷന്മാരുടെ ഗൈറത്ത്, അവരുടെ ധാർമ്മിക രോഷം എവിടെ പോയി?